അച്ഛനെ ഞാൻ എവിടെല്ലാം നോക്കി, എന്താ എന്നെ കാണാതെ പോന്നത്? അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ നിൽക്കുമ്പോ ഞാൻ അവിടെ നിന്നാ ശരിയാകില്ല മോളെ. ആരാ വലിയ ആള്? അച്ഛനേക്കാളും വലിയ ആൾ ആരാ? എന്റെ അച്ഛനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആള്. ആ പിന്നെ ആ വീട്ടിലെ എല്ലാവരും നല്ലവരാ. മുത്തശ്ശിയാണ് സൂപ്പർ. എനിക്ക് ഒരു മുത്തശ്ശിയെ വേണം. അതിന് ഞാനിവിടെ പോവാനാ? അതൊന്നും എനിക്കറിയില്ല. ഇപ്പോഴേ ഈ മുത്തശ്ശിമാരെ വേണ്ടാത്ത ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, അവരെ എക്സ്ചേഞ്ച് വേളയില് മുത്തശ്ശിമാരെ വിൽക്കുന്ന കേൾക്കുന്ന. നമുക്കേ ഒരാളെ വാങ്ങാം. ഈ കൂട്ടുകുടുംബങ്ങളിൽ വളരുന്നതൊക്കെ എന്തൊരു ഭാഗ്യ. മുത്തശ്ശി, വല്യച്ഛൻ, അപ്പച്ചി, അമ്മായി, അമ്മാവൻ, കുട്ടികള്. സൗഭാഗ്യവൃത്തെ പോലെ ഒന്ന് വീണുപോയ താങ്ങി നിർത്താൻ ഒത്തിരി ആളുകള്. ആഹാ, നീ വന്നോ? അച്ഛൻ്റെ നിന്നെ കാണാണ്ട് ചങ്കിടിച്ച് നിൽക്കുക. നമുക്ക് ചായ വേണോ? വേണ്ട. പിന്നെ ഞാൻ ആ സൗഭാഗ്യപുരത്ത് ചെന്നപ്പോഴേ എന്റെ തലച്ചോറില് എന്തോ ഒരു റിയാക്ഷൻ. ആ വീട് ഞാൻ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ. കുഞ്ഞിലെ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല. അത് മക്കള് സ്വപ്നത്തിൽ അങ്ങനെ ഏതെങ്കിലും വീട് കണ്ടിട്ടുണ്ടാവും, അതാ. ആവാം. ഞാനവിടെ കുഞ്ഞിലെ കളിച്ചു നടന്നതുപോലൊക്കെ തോന്നി. ആ മണ്ടൻ തോന്നലുകള്. ആ എന്തായാലും നമ്മുടെ പായസത്തിന് നല്ല ഡിമാൻഡായിരുന്നു. ഇനിയിപ്പോ ഓർഡർ കിട്ടിയ ആരുടെയെങ്കിലും കൈ കൊടുത്തയച്ചാ മതി. ആകട്ടെ, അച്ഛൻ പറയുന്നത് പോലെ. ഫ്രഷ് ആയ എന്തെങ്കിലും വന്ന് കഴിക്കാം. ഇങ്ങോട്ട്. അച്ഛാ, അത്രയും യാത്ര ചെയ്തതല്ലേ, അവിടെ കുറെ സമയം നിൽക്കുകയും ചെയ്തു. എന്തെങ്കിലും ക്ഷീണം? ഇന്നില്ലായിരുന്നു. എന്നാലും ഇടയ്ക്കിടയ്ക്ക് തലവേദനയുണ്ട്. ചില സമയത്ത് കാഴ്ചക്കുറവ് പോലെ. പ്രായമായില്ലേ, വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളാവും. മോള് പോയി ഫ്രഷായിട്ട് വാ. അച്ഛന്റെ സർജറിക്കായി ഒരു വാതിലും തുറക്കുന്നില്ലല്ലോ. അച്യുതൻ അവൻ എന്നെ കബളിപ്പിക്കുക എങ്കിൽ അവന്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ അവസാനിച്ചു. പറഞ്ഞോളൂ. അച്യുതൻ നമ്മളെ കബളിപ്പിക്കുക. അയാൾ ഇന്നും സൗഭാഗ്യവൃത്തുണ്ടായിരുന്നു. നമ്മൾ മാറി നിന്ന് സംസാരിച്ചപ്പോൾ കേട്ട ശബ്ദം അവൻ്റേതായിരിക്കണം. ഞാൻ അവനെ കണ്ടു. എന്നെ കണ്ടവൻ ഭയന്നോടി. എത്രയും പെട്ടെന്ന് എനിക്കറിയണം ഞാൻ അവനെ ഏൽപ്പിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോന്ന്. എത്രയും വേഗം അന്വേഷിക്കാം. ശരി.
അച്ചുവേട്ടന് കഞ്ഞിയല്ലേ ഇഷ്ടം, അതാന്നിപ്പോ കഞ്ഞിയാക്കിയത്. അച്ഛാ അച്ഛാ, അമ്മ പറഞ്ഞത് കേട്ടോ, അച്ഛൻ കഞ്ഞിയാണെന്ന്. ആണോ? അതെ. ആണോ? മോള് പറഞ്ഞു. അയ്യോ, ഒരിക്കലും അല്ല. ഇങ്ങനൊരച്ഛൻ. പണ്ട് കഞ്ഞി കുടിക്കാനേ പ്ലാവിലെ കുമ്പിള് കൂട്ടിയാ ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കല്ലെങ്കിലും പഴയ സാധനങ്ങളല്ലേ ഇഷ്ടം, പഴയ കാറ്. അമ്മേ 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 മതി. അച്ഛന്റെ CCTVയെ കുറിച്ച് മാത്രം ഒന്നും പറയാൻ പാടില്ല. അതെ. അംബിക, കഞ്ഞിക്ക് പപ്പടത്തിന്റെ കുറവുണ്ട്. കഞ്ഞി പയർ പപ്പടം, അതാണ് കോമ്പിനേഷൻ. പപ്പടം ഇല്ലാതെ കഞ്ഞി കുടിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അത് ശരിയാ മോളെ. പക്ഷേ കഞ്ഞി പപ്പടം കൂട്ടി കഴിച്ചാ നല്ല സ്വാദ. വലിയ സ്വാദാ. ദീദി, കുറച്ചുകൂടി കഞ്ഞി കുടിച്ചേ. വേണ്ടമ്മ, ഇനിയും കഴിച്ച എന്റെ ഉറക്കം ഓടിപ്പോവും. പോട്ടെന്നേ, അതുകൂടെ ഞാൻ കിടന്നുറങ്ങിക്കോളാം. അത് വേണ്ട, ഇതിൽ കൂടുതൽ ഉറങ്ങിയാലേ ബുദ്ധി കുറയും. ആ, അതിപ്പോഴും അച്ഛന് കുറവാണല്ലോ. എടീ, നിന്നെ കെട്ടിയ പോലെ എന്റെ ബുദ്ധി പോയി തുടങ്ങിയത്. അതെ അതെ അതെ. ചിരിച്ചോണ്ടിരുന്നാൽ ഒരു രോഗവും വരത്തില്ലെന്നാ നിന്റെ അമ്മ പറയുന്നത്. അതല്ലേ എനിക്കൊരു രോഗവും വരാത്തത്. അതെ, എന്നാ പിന്നെ നിങ്ങൾ ചിരിച്ചോണ്ട് തന്നെ ഇരുന്നോ. വേണമെങ്കിൽ ഇച്ചിരി ചിരിയെടുത്ത് കഞ്ഞിയിലോട്ട് ഇട്ട് തരാം. ആ, മോളെ, എന്താ? ഒന്നുമില്ലമ്മ. അല്ല, സൗഭാഗ്യപുരത്തെ വിശേഷങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് പറ. അവിടെ ചെന്നപ്പോ ആ വീട് നേരത്തെ കണ്ടതുപോലെയാണെന്ന് പറഞ്ഞില്ലേ? വീടിന്റെ അകോ അത് കണ്ട ഓർമ്മയുണ്ടോ? ഇല്ല. അകത്തെ മുറിയിലെ ഞാനൊരു കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടു. സുന്ദരി കുട്ടിയാ. ഒരു 2.5-3 വയസ്സ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകണം. നിങ്ങൾ എന്തേ പറയുന്നേ? നാട്ടിലോട്ട് പോവാനോ? അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ബോധോദയം? നാട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? അച്ഛന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചു തരാം. എനിക്ക് അല്പം സാവകാശം തരണം. നമ്മുടെ കോഫി ഹൗസ് ഒന്ന് പച്ചപിടിച്ച് വരിക. ലോൺ അടയ്ക്കാനുണ്ട്. ലോൺ മാത്രമല്ല, വലിയൊരു സംഖ്യ എനിക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ദേ, മനസ്സിലായോ? കോഫി ഹൗസിൽ സ്ഥിരം കസ്റ്റമേഴ്സായി, വരുമാനം വന്നു തുടങ്ങുന്ന സമയമാണ്. അതിപ്പോ ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇതാ ഞാൻ പറയുന്നത്, ബുദ്ധിയില്ലെന്ന്. അമ്മേ, വേണ്ട. അച്ഛ, മോൾക്കല്പം സാവകാശം തരണം. നാട്ടിൽ തന്നെ കഴിയണമെങ്കിൽ ഞങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും വരുമാന മാർഗം നോക്കാം. പ്ലീസ് അച്ഛാ. ശരി മോളെ. ഇതെന്താ മതിയാക്കിയോ? മതി. എന്തപ്പോ നിന്റെ അച്ഛൻ ഇങ്ങനൊരു തോന്നല്? എന്തെങ്കിലും കാണൂ അമ്മേ. അമ്മേ, ഇനി അതും ഇതും പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കാൻ നിൽക്കണ്ട. ഓ ഇല്ല, കഴിക്കുമോളെ അങ്ങോട്ട്. മതി.
അജയും ഭൂമിയും തമ്മിൽ ലവ് അഫെയർ ഉണ്ട്. വേർപിരിക്കാൻ കഴിയാത്തത്രയും ഡീപ്പാണ് അവര്. ഒരു തെരുവ് പെണ്ണ് ഇൻസൾട്ടഡ് മീ. വീടില്ല ഞാൻ അവളെ. ഞാൻ ആരാന്ന് അവള് കരുതിയത്? I'm from a rich family. മോളെ എന്തൊരു ഒച്ചയില നീ ബഹളം വെക്കുന്നേ? ഒന്ന് പതുക്കെ. അഞ്ജന, എന്താ ഇതൊക്കെ? എന്താ ഇതൊന്ന്? ദില്ലിയിൽ പോയിട്ട് ഈ ശീലം കൂടെ തുടങ്ങിയോ? എന്താ നിനക്ക് സംഭവിച്ചത്? You shut up. നോക്കുമോളെ, നമ്മൾ ആഗ്രഹിച്ച വിവാഹം ഫിക്സായി. അജയ് നിനക്ക് സ്വന്തമായിരിക്കുക. അവനും കള്ളനാ. He's acting. അവനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? ആ സ്ട്രീറ്റ് ഗേൾ ഭൂമിയോ? Who is she? മുത്തശ്ശി അവളെ താലോലിക്കുന്നു. എന്താ മക്കളെവിടെ? ആരാ അവള്? പിന്നെ അപ്പച്ചിയുടെ ശർക്കര പായസം. എന്താ സ്നേഹം! ഇതൊക്കെയാണോ ഇന്നത്തെ വിഷയം? ലീവ് ഇറ്റ് നൗ. അങ്ങനെ വിടുന്നില്ല. അവളെന്നെ തല്ലി. അത് കണ്ടുവന്നിട്ടും അജയ് തിരിച്ചു തല്ലിയില്ല. എന്നെ കേട്ടിയ അവൻ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താ ഉറപ്പ്? മോളെ, അമ്മ പറയുന്നത് ഒന്നും പറയണ്ട. അവൾ ഇനി ഈ വീട്ടിൽ വന്ന കൊന്നു കളയും ഞാൻ. അല്ല, ഭവാനിയുടെ മോൾ എന്നോട്ടാ ഈ ശീലമൊക്കെ പഠിച്ചു തുടങ്ങിയത്? ഇത് പഠിക്കാൻ വേണ്ടിയാണോ അവള് ഡെയിലി വരെ കെട്ടിയെടുത്തത്? അറിയില്ലമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആഹാ, ഞാൻ സംസാരിക്കാം. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കാം. നീ ഇവളെ വളർത്തിയതിന്റെ ദോഷമായി ഈ കാണുന്നതെല്ലാം. നിനക്കും മകൾക്കും ഈ വീട്ടിലൊരു അവകാശമില്ലല്ലെന്നുള്ള തോന്നൽ ഒഴിവാക്കാൻ വേണ്ടിയാ ഇവളെ അജയനെ കൊണ്ട് കെട്ടിക്കാൻ വരെ ഞാൻ തീരുമാനിച്ചത്. നാളെ എന്റെ കൊച്ചുമോൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ, എന്റെ ജീവിതം നശിപ്പിക്കാനാണോ മുത്തശ്ശി ഇതുപോലൊരു പെണ്ണിനെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നത്? നാളെ എന്റെ കൊച്ചുമോൻ എന്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ, എന്റെ ജീവിതം നശിപ്പിക്കാനാണോ മുത്തശ്ശി ഇതുപോലൊരു പെണ്ണിനെ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നത്? എന്ത് മറുപടി ഞാൻ പറയും? പറ ഭവാനി, പറ. ഈ വിവാഹം വേണോ വേണ്ടോ എന്ന് എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. മാധവ് മദ്യം നോക്കി നിൽക്കുകയാണോ ഇവിടെ? അല്ല, ആ വേണമെങ്കിൽ പോയത് കഴിച്ചോ. പക്ഷേ ഈ വീടിന്റെ പുറത്തേക്ക് വന്ന ഗേറ്റ് അറിയാമല്ലോ, അത് തുറന്ന് കിടപ്പുണ്ട്. വരുമോ നീ
എന്താ ഞാനീ കണ്ടത്? എന്തൊരു സ്വപ്നമാ. സത്യത സാറിന്റെ ഭാര്യയും മകളുമായിരുന്നല്ലോ. ഞാൻ സാറിനോട് ചോദിച്ചതുകൊണ്ടായിരിക്കും. അഞ്ജന, ഞാൻ തീർത്തെടുത്ത സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് നീ തകർത്തില്ലേ? ഇന്നലെ എന്ത് ഷോ ആയിരുന്നു? എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഈ വീട്ടിലെ സർവാധികാരിയായ മുത്തശ്ശിയും മറ്റു വിധേയ കുടുംബവും നിന്നെ കുറിച്ച് വാ തോരാതെ സംസാരിച്ചതാ. എല്ലാം നല്ല വാക്കുകള്, സ്നേഹം, ലാളന. ഒന്നും നീ ഓർക്കുന്നില്ലല്ലേ? നീ എവിടുന്നാ മദ്യം സംഘടിപ്പിച്ചത്? അതോ സ്ഥിരമായിട്ട് കൂടെ ഉണ്ടോ? നീ എവിടുന്നാ മദ്യം സംഘടിപ്പിച്ചത്? അതോ സ്ഥിരമായിട്ട് കൂടെ ഉണ്ടോ? ആ ചായക്കടക്കാരി എന്നെ ഇൻസൾട്ട് ചെയ്തു. അവിടെ എന്നെ തല്ലി. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിന് മദ്യം വാങ്ങി മോന്തിയപ്പോ പരിഹാരമായോ? മദ്യപിച്ചപ്പോ നിന്റെ ബോധമോ പോയത്, അവളുടെ അല്ല. അങ്ങനെ സംഭവിച്ചെങ്കിലേ തിരിച്ചൊരെണ്ണം കൊടുക്കണമായിരുന്നു. പകരം സ്വയം നശിക്കുക. ഇങ്ങനെയുള്ള പല ജീവികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോ മദ്യം, സന്തോഷം വരുമ്പോ മദ്യം, ജന്മദിനത്തിലും മദ്യം. ഇപ്പൊ പുതിയൊരു ട്രെൻഡ് കൂടിയുണ്ട്, മരണ വീട്ടിലും മദ്യം വിളമ്പൽ. സോറി അമ്മ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇന്നലെ രാത്രിയിലേ നിന്റെ തിറയും തെയ്യവും ഒക്കെ മുത്തശ്ശി കണ്ടു. അയ്യോ, മുത്തശ്ശി എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ വളർത്തിയതില് എന്നെ അങ്ങോട്ട് ആദരിച്ചു. പ്രശസ്തി പത്രവും ശില്പവും പിന്നെ ഒരു ആദരവും കൂടിയുണ്ട്. അജയുമായുള്ള നിന്റെ വിവാഹം പുനഃപരിശോധിക്കൽ. പുനഃപരിശോധിക്കുന്നെന്ന് പറഞ്ഞ വിവാഹം വേണോന്ന് തീരുമാനിച്ചിട്ടില്ലാന്ന്. എടുത്ത തീരുമാനം റദ്ദാക്കി. അമ്മേ, ഞാൻ പോയി മുത്തശ്ശിയോട് മാപ്പ് പറയാം. എന്റെ മോള് വേഗം ചെല്ല്. പുറത്തേക്കുള്ള വഴി മുത്തശ്ശി പറഞ്ഞുതരും. സംഭവിച്ചു പോയി. ഇനി അതിനുള്ള റെമഡി? നീ ഭൂമിയോടാണോ യുദ്ധം ചെയ്യുന്നത്? നിന്നോട് എന്താ ഞാൻ പറഞ്ഞിരുന്നേ? യുദ്ധം ഈ വീടും ഈ വീട്ടിലെ സൗഭാഗ്യങ്ങളും നേടാനാണെന്ന്. അതിന്റെ ഉദ്ഘാടനം നിന്റെ വിവാഹം. ആദ്യ ചുവട് തന്നെ തെറ്റി. ഈ വിവാഹം നടത്തണോ അമ്മേ? അജയെ എന്റെ കാൽ ചുവട്ടി വേണം. അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. നീ കുളിച്ച് ഫ്രഷ് ആവും. നമുക്കൊരിടം വരെ പോണം. എവിടെയാ? ചോദ്യങ്ങൾ വേണ്ട, അനുസരണം മതി. ഒരു ദിവസം മോളുടെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് മോളെ ചോദിക്കുന്നത്. അച്ചേട്ടാ, ഇങ്ങനെ തലച്ചോറ് വിളക്കണ വർത്തമാനം പറയല്ലോ. ഞാനതൊന്നും ഓർക്കാതിരിക്കും. എന്നതൊന്നും ഓർമ്മിപ്പിക്കണ്ട. ഞാനും കൂടി അറിയട്ടെ ആ രഹസ്യം. സത്യൻ സാറിന്റെ ഭാര്യയും മകളെയും കാണാതെ പോയതാ.
ഞങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കുന്നില്ല.